നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വടകര എം പി ഷാഫി പറമ്പിലിന് ലാത്തിയടിയേറ്റതിൽ പ്രതിഷേധിച്ച് UDF പേരാമ്പ്രയിൽ പ്രതിഷേധ സംഗമം നടന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്രയിൽ ഷാഫിക്ക് ലാത്തിയടിയേറ്റ സംഭവത്തിൽ നാടെങ്ങും വൻ പ്രതിഷേധം. പേരാമ്പ്രയിൽ നടന്ന പ്രതിഷേധ സംഗമം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇതിൽ അപമാനിതനായിട്ടുള്ള സഖാക്കന്മാർ സ്വന്തം പാർട്ടിക്കാര് നടത്തുന്ന ഈ കൊടിയ അഴിമതിയിൽ അപമാനിതരായവർക്ക് ലക്ക് തെറ്റി ഈ വിഷയം ഒന്ന് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് അവരുടെ ശത്രുവായിട്ടുള്ള ഷാഫി പറമ്പലിനെ ഒന്ന് വകവരുത്താമെന്ന് അവർ നോക്കിയത്. പക്ഷെ മക്കളെ തെറ്റിപ്പോയി. ഷാഫിയെ വകവരുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ UDF ആയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും അതങ്ങ് വിട്ടുകൊടുക്കുന്നില്ല. ഇവിടെ പോലീസുകാരുണ്ടോ എനിക്കറിയില്ല. ഞാൻ പ്രവീണിനോട് സംസാരിക്കുമ്പോൾ പ്രവീൺ എന്നോട് പറയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം. പേരാമ്പ്ര കോളേജ് ഞാൻ ദേശീയ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അന്ന് പ്രസംഗിച്ച കോളേജാണ്. ഈ കോളേജിൽ കേസു ജയിച്ചു. എന്നെ ജയിക്കാൻ പാടില്ല. കേസുവിനും ജയിച്ചതിന്റെ പേരിൽ പ്രകടനം നടത്തിയവരെ അറ്റാക്ക് ചെയ്യും. പിന്നെ അണികളെ എല്ലാത്തിനും വിട്ട് നേതാക്കന്മാരെ സ്വർണത്തിന് മാത്രം കാവലിരിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളതുകൊണ്ട് ഷാഫിയും DCC പ്രസിഡന്റ് ഒക്കെ വന്നു ഇവിടെ അന്വേഷിക്കാൻ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ജാലക്ക് ഒരു 14,000 പേരുണ്ട്. അവരുടെ ജാലക്ക് 50 പേര്. ഈ ഒരു DYSP എന്താണ് പേര്? സുനിൽ. എഴുതി വെച്ചു. ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പുസ്തകത്തിൽ. സുനിൽ എന്ന് പറയുന്ന DYSP. അതിലേക്ക് പറയാം. DCC പ്രസിഡന്റ് ഷാഫി മുമ്പോട്ട് നിൽക്കുമ്പോൾ ഷാഫി എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. 2000 പേരുടെ ജാഥ ഇവിടെ നിൽക്കുകയാണ്. DYSP പറയാണ് പ്രവീണിനോട് അവിടെ 50 പേര് ആയുധങ്ങളായിട്ട് നിൽക്കുകയാണ്. അവിടെ ഈ ശക്തിയുണ്ട്, അവിടെ ഈ കുറുവടിയുണ്ട്. അപ്പൊ ഈ ജാഥ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഉപദേശം DCC പ്രസിഡന്റിന്. ഉളുപ്പുണ്ടോ കാക്കിക്കുപ്പായിട്ട് നടക്കാൻ? ഉളുപ്പുണ്ടോ? നിങ്ങൾ സംരക്ഷണം കൊടുക്കുന്ന ജാഥ നടപ്പിലാക്കുന്നതിന് ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ 50 പേരുണ്ടെങ്കിൽ ഇവിടെയാണോ കാവല് വേണ്ടത്? അല്ല 50 പേർക്കാണോ നിങ്ങൾ കാവൽ നടത്തേണ്ടത്? പിണറായി സർക്കാർ കേരളത്തിലെ ജനാധിപത്യത്തെ കശാപ്പു ചെയ്തെന്നും ഭരണഘടന നൽകുന്ന ജനാധിപത്യ അവകാശം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് UDF നടത്തുന്നതെന്നും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. MK Raghavanji, our respected MLA, AICC Secretary Mansoor Ali Khan Bhai, our senior leader, our KPCC Secretary Subramaniam Ji, all the dignitaries sitting on the stage from Congress Party and from UDF, and all of you. UDF ജില്ലാ ചെയർമാൻ ബാലനാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MK രാഘവൻ MP, T സിദ്ദിഖ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, അഹമ്മദ് പുന്നക്കൽ, നജീബ് കാന്തപുരം, KC അബു, TT ഇസ്മായിൽ, PM നിയാസ്, പാറക്കൽ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോഴും പുറത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും നടക്കുന്നുണ്ടായിരുന്നു. പോലീസിന്റെ ആവശ്യമില്ലെന്ന് ആവശ്യപ്പെട്ടെന്ന് പ്രതിഷേധവും നടന്നത് തുടർന്ന് പോലീസ് പിന്മാറുകയായിരുന്നു. KC പറഞ്ഞില്ല, എന്നോട് പറയാം അങ്ങോട്ട് പോണ്ട, 10-50 ആൾക്കാരുണ്ട് കുന്തം കൊടുച്ചിട്ട് പോലെ. ഞാൻ ചോദിച്ചാൽ ഉളുപ്പുണ്ടോ എനിക്ക് ഈ തൊപ്പി വെച്ചിട്ട് പറയാൻ? അപ്പൊ അനാവശ്യം പറയരുത്. ഞാൻ തെണ്ടിത്തരം ചെയ്ത നിന്നോട് അനാവശ്യമല്ലാണ്ട് എന്താണോ ഞാൻ പറയേണ്ടത്? ഞങ്ങളൊക്കെ മാന്യമായി സംസാരിക്കുകയും മാന്യമായി ഇടപെടുകയും വിനയത്തോടെ പെരുമാറുന്നവരുമാണ്. പക്ഷെ ഒരു തൊല്ലുണ്ട് മോനെ, അണ പൊട്ടിയാൽ ചേരയും കടിക്കും. ഞങ്ങൾ അണവികൾ പൊട്ടിച്ചിരിക്കുന്നു. എന്റെ മുൻപിൽ വെച്ചാണ് ഷാഫി പറമ്പിനെ തല്ലുന്നത്. ആദ്യം തലയ്ക്ക്, പിന്നീട് മൂക്കിന്, 2ാം തവണ ചോര വന്നു.
മൂന്നാം തവണ ചോര ചീറ്റിയിട്ടായി അന്തകുമാർ നിർത്തിയതറിയോ? എന്നിട്ട് രാത്രി വൈകുന്നുള്ള SP ടെലിവിഷൻ അഭിമുഖം കൊടുക്കാണ്. പോലീസ് ലാത്തി ചാർജ് കൊണ്ടല്ല, ഷാഫിയുടെ മൂക്കുകൊണ്ടിൽ പിന്നെ ഇവന്റെ അമ്മായിയമ്മ ഉമ്മ കൊടുത്തുള്ള കുട്ടി. ഇന്ന് രാവിലെ വിഷൻ എടുത്ത് പുറത്തുവിട്ട് ഞങ്ങൾ ഷാഫിയെ തല്ലുന്ന വിഷൻ. ഇന്ന് രാവിലെ ഞാൻ ഉറങ്ങപ്പോൾ എന്നെ 3 ചാനലിൽ വിളിച്ചു. ഞാൻ 3 ടെലിയിൽ പങ്കെടുത്തു. ഇന്നലെ രാത്രി ഷാഫിയെ വേദനയോടുകൂടി ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് യാത്രവെന്ന് ഒരുപോലെ കണ്ണടയ്ക്കാതെ തന്നെ ഒരു സഹപ്രവർത്തകനാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അപ്പുറത്ത് പറയുകയാണ് ഒരു നാണം കെട്ട CPM-കാരൻ ഇത് ഷാഫിയുടെ ഷോ ഓഫ് ആണെന്ന്. ഷാഫിയുടെ ഷോ ഓഫേ മൂക്കിന്റെ 2 എല്ല് പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് ICUവിൽ കിടക്കുന്നവൻ ഷോ ഓഫ് നടത്തു പറയാൻ മാത്രം നാണം. കോൺഗ്രസ്സുകാരൻ കേസുകാരെ എന്നും അടിയാണ്. അവസാനം കോഴിക്കോട്ടങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു മാർച്ച് കഴിഞ്ഞപ്പോ ജോർജിന്റെ മുട്ടുകാലൊടിഞ്ഞു, 4 മാസത്തെ റെസ്റ്റുമായി. പ്രിയപ്പെട്ട സുനിൽ കുമാര, ജോർജിന്റെ അനുഭവം, ബൈജുവിന്റെ അനുഭവം നീ ഓർത്തു വെച്ചോ എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.